അങ്ങനെ റെസ്ക്യൂ ടീം എത്തിയ ശേഷം കാണുന്നത് അയാൾ ഒരു സ്റ്റാച്ചു ആയിട്ട് ഇരിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും വിളിച്ചു നോക്കിയെങ്കിലും അയാൾ ഒന്നും റെസ്പോണ്ട് ചെയ്തതേയില്ല. ശേഷം കെൻഡ്ര പറഞ്ഞു ഹസ്ബൻഡ് ക്രയോസിൽ കയറിയ സമയത്ത് അവരവിടെ നിന്ന് പോയിരുന്നു. ഒരുപാട് നേരം കഴിഞ്ഞിട്ടും ഹസ്ബൻഡിനെ കാണാത്തത് കൊണ്ട് അവൾ വന്ന് നോക്കിയപ്പോ അയാൾ സ്റ്റാച്ചു ആയിട്ട് ഇരിക്കുകയായിരുന്നു. ഉടനെ ഞാൻ ക്രയോസ് അൺപ്ലഗ് ചെയ്തു. എന്നിട്ട് ഹെയർ ഡ്രയർ വെച്ച് ഡീഫ്രോസ്റ്റ് ചെയ്യാൻ നോക്കിയെങ്കിലും ഒരു എഫക്റ്റും ഉണ്ടായില്ല. അപ്പോൾ ഉടനെ ഫയർ ഫൈറ്റർ മെഷീൻ ഓപ്പൺ ചെയ്യുന്നു. എന്നിട്ട് ക്യാപ്റ്റൻ അയാളെ തൊട്ടു നോക്കിയതും ബോഡി ഐസ് കട്ട് പോലെ തണുത്തിരിക്കുകയായിരുന്നു. അപ്പൊ അത്ര നേരമായിട്ടും പാരാമെഡിക് അവിടെ എത്താത്തത് കൊണ്ട് ക്യാപ്റ്റൻ അയാളുടെ നെഞ്ചിൽ പ്രസ് ചെയ്തതും പപ്പടം പോലെ നെഞ്ച് പൊടിഞ്ഞു പോവാണ്. ഇത് കണ്ട് എല്ലാവരും ഷോക്കാകുന്നു. അങ്ങനെ പാരാമെഡിക് വന്ന് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു അയാളെ രക്ഷിക്കാൻ പറ്റില്ലായിരുന്നു എന്ന്. അതിനുശേഷം റെസ്ക്യൂ ടീം കെൻഡ്രയും കൂട്ടിക്കൊണ്ടു പോവാണ്. ശരിക്കും കെൻഡ്ര ക്യാപ്റ്റന്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിരുന്നു. ആ സമയത്ത് അവർക്ക് ഡോക്ടർ ഗബ്രിയലിന്റെ കോൾ വരെയാണ്. അപ്പൊ ഡോക്ടർ പറഞ്ഞു മരിച്ചയാളുടെ മരണം ഒരു ആക്സിഡന്റ് അല്ല, പോയിസൺ കാരണമാണ്, നെർവ് പാരലൈസ് ആയി പോയതാണ് മരണകാരണം ഒന്നും കൂടി പറയുന്നു. ഇത് കേട്ട് ക്യാപ്റ്റൻ ഞെട്ടാണ്. അങ്ങനെ കെൻഡ്രയാണോ ഹസ്ബൻഡിനെ കൊന്നതെന്ന് അവർക്ക് എല്ലാവർക്കും ഡൗട്ട് വരുന്നു.